മറ്റു വാർത്തകളിലേക്ക്. നിവിൻ പോളിക്കെതിരായ വഞ്ചന കേസിന്റെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എബ്രിഡ് ഷൈനെതിരെയുള്ള കേസിലെ നടപടികളും സ്റ്റേ ചെയ്തിട്ടുണ്ട്. വൈക്കം മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾക്കാണ് സ്റ്റേ. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ അയച്ചിരുന്നു. മുസ്തഫ, എന്തായിരുന്നു കേസ്? അജിംസ്, ഈ മഹാവീര്യർ സിനിമ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും പുതുതായി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2 നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നതായാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് 1.90 കോടി രൂപ കൈമാറിയെന്ന് ഷംനാസിന്റെ പരാതിയിലുണ്ട്. അതിനനുസരിച്ച് പിന്നീട് ആ തുക ചെലവഴിക്കുമ്പോൾ അതിനനുസരിച്ച് ഉറപ്പു നൽകിയിരുന്ന സിനിമയുടെ വിതരണാവകാശം നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അതിനനുസരിച്ച് പിന്നീട് വൈക്കം കോടതിയിൽ നിയമ നടപടികളും തുടർന്നു. ഇതിനിടെ ഈ കേസിന് ആധാരമായ രേഖകൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി നിവിൻ പോളിയും പോലീസിനെ സമീപിച്ചു. കോടതിയിൽ നൽകിയത് തെറ്റായ രേഖകളാണ് എന്നതുൾപ്പെടെയുള്ള നിവിൻ പോളിയുടെ പരാതിയിൽ പിന്നീട് കോടതി തന്നെ ഈ ഷംനാസിനെതിരെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോഴെന്തായാലും നിവിൻ പോളി കേസ് വൈക്കം കോടതിയിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. താൽക്കാലികമായി നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനും ആശ്വാസമാണ്. ഇവർക്കെതിരായ തലയോലപ്പറമ്പ് വൈക്കം കോടതിയിലെ നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ മരവിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കേസിലെ തുടർ നടപടികൾ നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദവാദത്തിന് ശേഷമായിരിക്കും കോടതി ഒരു അന്തിമ തീർപ്പിലെത്തുക. അജിംസ്.